നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. പണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് വഴുതനങ്ങ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വഴുതനങ്ങ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വഴുതനയ്ക്ക് ഒരു കറിയുണ്ട്, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് വരുന്ന സമയം കഴിയുമ്പോഴേക്കും വെള്ളം നല്ല കറുത്ത നിറവും. അതിനുശേഷം നമുക്ക് ഈ വഴുതനങ്ങയെ ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടൊപ്പം തന്നെ ഞാനൊരു 10 അല്ലി ചെറിയ ഉള്ളി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും ചെറിയ ഉള്ളി മെഴുക്ക് പുരട്ടിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ്, അതുകൊണ്ട് ഞാൻ അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച മുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റിയെടുത്ത് വെച്ചതാണ്, അതിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അല്പം പോലും വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇതൊന്ന് ഇതിൽ കിടന്ന് തന്നെ ഒന്ന് വാടി വരും. വഴുതനങ്ങയ്ക്ക് ഒരുപാട് വേവില്ല കേട്ടോ. ചെറുപ്പത്തിൽ എനിക്കൊക്കെ വഴുതനങ്ങ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. സാധാരണ കുത്തിക്കാച്ചുന്ന സമയത്ത് വെറുതെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കില്ല. അപ്പോൾ അമ്മ കണ്ടുപിടിച്ചൊരു സൂത്രമാണ്, ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് വഴുതനങ്ങ വാട്ടി തരും. ആ സമയത്ത് നമ്മൾ നന്നായി ഊണ് കഴിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു വിഭവമാണ് കേട്ടോ അത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് ഒന്നാണ്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.